ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് അടുത്തടുത്ത കഥകളുമായിട്ട് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഗൈസ്, ഇന്ന് ബുധനാഴ്ചയായി ഗൈസ്. എത്ര പെട്ടെന്നല്ല ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, നമ്മുടെ കുറേയധികം ബില്യനേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഏത് ഏജിലായിരിക്കും അവർ ബില്യനേഴ്സ് ആയതെന്നുള്ളതാണ് നമ്മൾക്കിനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതാണ് ഇനി ഗൈസ് നമ്മളിനി ആക്ച്വലി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ. ആദ്യത്തെ ആൾ നമുക്ക് ലാരി പേജ് നോക്കാം. ലാരി പേജ് ഒറാക്കിളിൻ്റെ CEO ആണ്. പുള്ളി 49ാമത്തെ വയസ്സിലാണ് CEO ആയത്. സോറി, 1 ബില്യൺ അടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാറൻ ബഫറ്റ് ബെർക്ക്ഷയർ ഹാത്വേസ് ആണ്. ഏകദേശം 56 വയസ്സിലാണ് പുള്ളി ആ ഒരു ഇതിനകത്ത് എത്തിയത്. പിന്നെ നമ്മുടെ സ്നാപ്ചാറ്റ് ഇവാൻ സ്പീഗൽ, പുള്ളിക്ക് 25ാമത്തെ വയസ്സിൽ പുള്ളി മോനെ സീനാക്കി. 1 ബില്യൺ അടിച്ചു പുള്ളി 25ാമത്തെ വയസ്സിൽ. പിന്നെ ജെഫ് ബെസോസ് ആണെങ്കിൽ 35ാമത്തെ വഴി ആമസോൺ. പിന്നെ ജാക്മ, അലിബാബ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ജാക്മ 45ാമത്തെ വയസ്സിൽ. പിന്നെ അടുത്തത് JK റോളിംഗ് ആണ്. ആ ഒരു പുസ്തകം ഹാരി പോട്ടർ ഏകദേശം 38ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരത്തി അടിച്ചത്. അതായത് ഞാൻ ഈ JK റോളിങ്ങിൻ്റെ ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ ബുക്ക് നോവൽ, ഞാൻ ആ സിനിമകൾ ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ പുസ്തകങ്ങൾ ഏകദേശം അതിൻ്റെ ഫ്രാഞ്ചൈസിലെ 3 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. 3ഉം കിടിലൻ പുസ്തകങ്ങൾ. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനങ്ങൾ. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റുകൾ, ലാസ്റ്റ് എൻഡിങ്ങിലെത്തുന്ന ആ ഒരു ക്ലൈമാക്സും ട്വിസ്റ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് റൈറ്ററാണ് പുള്ളിക്കാരത്തി. അതേപോലെ തന്നെ ഞാൻ ഈ ഹാരി പോട്ടറൊക്കെ കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ഇംഗ്ലീഷാണ്. അതായത് ഞാൻ ഏകദേശം 8 മാസം എടുത്തു ഞാൻ ആ ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചത് തീർക്കാനായിട്ട്. കാരണം എനിക്ക് ഇംഗ്ലീഷൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യത്തെ ഒരു തവണ വായിച്ചു, എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ വായിച്ചു, മനസ്സിലാവുന്നില്ല. മൂന്നാമത്തെ വായിച്ചു, മനസ്സിലാവുന്നില്ല. നാലാമത്തെ വായിച്ചു, മനസ്സിലായില്ല. 5ാമത്തെ തവണ 6ാമത്തെ തവണയാണ് ഞാനത് വായിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തത്. ആദ്യം ഒരു 20 പേജ് വായിക്കും, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും വായിക്കുന്നത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും വായിക്കുന്നത്. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് കൊണ്ട് തന്നെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. അങ്ങനെ ആക്കിയിട്ടാണ് മനസ്സിലായത്. അതിനുശേഷം 8 മാസം എടുത്ത് ഞാൻ ആദ്യത്തെ ഒരു പുസ്തകം വായിക്കാൻ. പിന്നെ അതിനുശേഷം വെറും 2 മാസം കൊണ്ട് തന്നെ രണ്ടാമത്തെ പുസ്തകം കഴിഞ്ഞു. ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ 3ാമത്തെ പുസ്തകം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കാണ്. ഇതിനകത്ത് ഞാൻ ഹാരി പോട്ടർ ഫിലിം ഫ്രാഞ്ചൈസിൽ തന്നെ ഏകദേശം ആദ്യത്തെ 2 സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. 3ാമത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. സോറി, 3ാമത്തെ സിനിമ ആക്ച്വലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് ഒന്നിരുന്ന് കാണണം. അതേപോലെ തന്നെ ഈ പുള്ളിക്കാരത്തിൻ്റെ ഇനി നെറ്റ്ഫ്ലിക്സ് ആണോ HBO ആണോ എന്ന് അറിഞ്ഞൂടാ, ഇതിൻ്റെ സീരീസ് ഒക്കെ എടുക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ഇവർ സീരീസ് ആക്ച്വലി പ്രോഗ്രസ്സിലാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് സ്നേപ്പി ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്കിഷ് ആക്ടറാണ് സ്നേപ്പി ആയിട്ട് വരുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആക്ച്വലി ഈ ഒരു നോവലിലെ പോലെ ആക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നോവലിൽ സ്നേപ്പി എന്ന് പറയുന്നത് അങ്ങനെ നമുക്കങ്ങനെ കൃത്യമായിട്ട് ഒരു പറയുന്നില്ല. എന്നാലും പുള്ളിക്കാരത്തിൻ്റെ ഇതനുസരിച്ച് ബ്ലാക്ക് ഒന്നും അല്ല, അവിടുത്തെ വൈറ്റിഷ് തന്നെയായിരുന്നു. ബട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇതൊന്നും കുത്തിക്കേട്ടേണ്ട ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരത്തി ആ എഴുതിയ സാധനമാണ്, അത് അതേപോലെ എടുത്തു വെക്കുക. അല്ലാതെ കണ്ട വോക്കിസം പരിപാടിയൊന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പുള്ളിക്കാരത്തിയും ഈ വോക്കിസത്തിനൊക്കെ എതിരാണ് JK റോളിംഗ് ഒക്കെ. അപ്പം ഹാരി പോട്ടർ കിടിലൻ ഫ്രാഞ്ചൈസാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തി വേറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സീരീസ് അഡാപ്റ്റേഷൻ ആക്ച്വലി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. JK റൗളിംഗ് അതേതോ ഒരു പുസ്തകം സീരീസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തായിരുന്നു. ഹാരി പോട്ടർ മാത്രമേ ഉള്ളൂ. കോർണർ സ്ട്രൈക്ക് സീരീസ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ട്രൈക്ക്, ഇത് തന്നെ ഗൈസ്, ഇതാണ് പുള്ളിക്കാരത്തി അഡാപ്റ്റ് ചെയ്ത സാധനം എന്ന് പറയുന്നത്. ഡ്രാമ സീരീസ്. അപ്പം പുള്ളിക്കാരത്തി JK റോളിംഗ്
പിന്നെ എലോൺ മസ്കിനെ എല്ലാവർക്കും അറിയാലോ, ടെസ്ല, എക്സ്, റിഹാന. എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. പുള്ളിക്കാരത്തി നമ്മുടെ അംബാനി കല്യാണത്തിന് പാട്ടുപാടാൻ വന്നപ്പോഴാണ് പുള്ളിക്കാരത്തിനെ കുറിച്ച് അറിഞ്ഞത്. ബട്ട് പുള്ളിക്കാരത്തിനെ കുറിച്ച് പിന്നെ നമ്മളിങ്ങനെ റിഹാനിനെ കുറിച്ച് സെർച്ച് ചെയ്തു. പുള്ളിക്കാരത്തി കിടലാണ് ഏകദേശം 33ാമത്തെ വയസ്സിൽ ബില്യണയറായി. എലോൺ മസ്ക് ആണെങ്കിൽ 41ാമത്തെ വയസ്സിലാണ് ബില്യണയർ. മാർക്ക് സക്കർബർഗ് ആണെങ്കിൽ 23ാമത്തെ വയസ്സിലാണ് പുള്ളി. അതായത് 23 വയസ്സിൽ പുള്ളി ബില്യണയറാണ്. അതായത് 23 വയസ്സിൽ ചെങ്ങായി എന്തോ അല്ലേ കാണിച്ചു കൂട്ടിയത്. 23ാമത്തെ വയസ്സിൽ ഫേസ്ബുക്ക് ഫൗണ്ട് ചെയ്ത്. എൻ്റെ അമ്മോ, അതൊക്കെ ഒരു കിടിലൻ പരിപാടികളാണ്. 23ാമത്തെ വയസ്സിലൊക്കെ ബില്യണയർ പുള്ളിൻ്റെ ഒക്കെ ഒരു ഇതേ ഗൈസ്. അങ്ങനെ അടുത്ത ന്യൂസ് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ എൻവിഡിയ നമ്മുടെ ഓപ്പൺ എയിൽ ഏകദേശം $100 ബില്യണോളം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് സ്റ്റോക്കായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചിപ്പ് സെറ്റ് വേണമല്ലോ ആർക്ക്, നമ്മുടെ ഓപ്പൺ എയ്ക്ക് കുറേയധികം ചിപ്പ് സെറ്റുകൾ വേണമല്ലോ ഈ ഇതൊക്കെ പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യാനായിട്ട്. അതിനകത്താക്കിയാണ് ആ ചിപ്പ് സെറ്റ് കൊടുത്താണ് നമ്മുടെ എൻവിഡിയ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഓപ്പൺ എയ്ക്ക് ഒറാക്കിളുമായിട്ട് ഡീലുണ്ട്. അത് ഏകദേശം $300 ബില്യൻ്റെ മുകളിലേക്കാണ് ആ ഒരു ഡീൽ വരുന്നത്. 300 ബില്യനാണ് ആക്ച്വലി ആ ഒരു ഡീൽ വരുന്നത്. അതെന്ന് പറയുന്നത് മറ്റേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഒറാക്കിളിന് കുറേയധികം ക്ലൗഡ് സ്റ്റോറേജസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം എൻവിഡിയയും കൂടെ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഈ എൻവിഡിയ ആണെങ്കിൽ ഒറാക്കിളിൻ്റെ ക്ലൗഡ് സർവീസ് ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കമ്പനികൾക്ക് റെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ആക്ച്വലി. അപ്പം മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെല്ലാം കേൾക്കണം. ഈസറ അതാണ് പരിപാടി ഗൈസ്. ഓക്കെ, നമുക്ക് ഒരു 7 AI സ്കിൽസിനെ കുറിച്ചാണ്, ഇവർ ഈ മാർക്കറ്റർ ഷുഡ് ലേണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് AI പവേർഡ് കസ്റ്റമർ റിസർച്ച്. AI ഉപയോഗിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ എല്ലാം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക. ഇതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ AI ഫോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, നമുക്ക് AI സിസ്റ്റത്തിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തത് പ്രോംപ്റ്റ്. നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയണം. അതായത് ഒരു കാര്യം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയണം. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നല്ല കിടലൻ സാധനം നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കണം. ദാറ്റ്സ് വാട്ട് വി നീഡ് ടു ഡു. പിന്നെ അതേപോലെ തന്നെ പെയ്ഡ് ആഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. അതായത് AI വെച്ച് ക്രിയേറ്റ് ചെയ്ത ആഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ വേറൊരു ആഡ് കമ്പനീനെ നമ്മൾ സിമ്പിളായിട്ട് സമീപിക്കേണ്ടി വരില്ല. അതേപോലെ കണ്ടന്റ് ക്രിയേഷൻ. ആക്ച്വലി കണ്ടന്റ് ക്രിയേഷൻ നല്ലൊരു പരിപാടിയാണ്. ഞാൻ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആക്ച്വലി ChatGPTനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്രോക്കാണ് കുറച്ചും കൂടി എനിക്കൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കഥകളൊക്കെ തരുന്നത് ഗ്രോക്കാണ്. ഐ ലവ് ഇറ്റ് ഗ്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ AI ഇൻ ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറീസ് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് കണക്റ്റ് ആവുമെന്നൊക്കെ AIക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് അത് AI ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AIക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അതാണ് വേറൊരു വ്യത്യാസം ബ്രാൻഡ് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി. പിന്നെ AI അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതായത് നമ്മൾ കിടന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെ സാധനങ്ങളൊന്നും അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം AIൻ്റെ പരിപാടി വെച്ച് നമുക്ക് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ പാറ്റേൺസ് ആണ് നടക്കുന്നത്, പോകുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഗൈസ്, മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓരോരോ കാര്യങ്ങളെ എന്തൊക്കെ കാണണം ഗൈസ്. ഇൻസൈഡർ ഓണർഷിപ്പാണ്. അതായത് സിമ്പിളായിട്ട് ഒരു കമ്പനിയിൽ അവർ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എൻവിഡിയയിൽ ജൻസഹാങ് ഏകദേശം 4.09% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റിലാണെങ്കിൽ 1.47% ഉണ്ട്. ആപ്പിളിലാണെങ്കിൽ 0.11% ഉണ്ട്. ഇപ്പോൾ അവർ സ്റ്റോക്ക് ബൈബാക്ക് ഒക്കെ അവർ ആക്ച്വലി ചെയ്യുന്നുണ്ട്. ഈ ഡിവിഡൻഡ് ആൾക്കാർക്ക്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ സ്റ്റോക്ക് ബൈബാക്ക് പരിപാടി അവരുടെ കയ്യിലുണ്ട് ഗൈസ്.
അതാണ് ഇവിടെ നമ്മുടെ ഐപ്പിളിൻ്റെ വക. പിന്നെ ഗൂഗിൾ 58%. അതെ, അത് മെജോറിറ്റി ഗൂഗിളിൻ്റെ സാധനം പുള്ളിയിരിക്കുന്നത് അവരുടെ ആ ഒരു ഫൗണ്ടേഴ്സിൻ്റെ അടുത്താണ് ആക്ച്വലി വരുന്നത്, 58%. പിന്നെ ആമസോണിൻ്റെ അടുത്താണെങ്കിൽ 9%. പിന്നെ മെറ്റേൻ്റെ ആണെങ്കിൽ 13%. സുക്കരണൻ്റെ അടുത്താണ് അതിൻ്റെ മെയിൻ ലീഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എ വി ജിയോ എന്ന് പറയുന്ന ബ്രോഡ്കോം ആണ്. ചിപ്സെറ്റ് ആണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. 2%, 1.9% അവരുടെ. പിന്നെ ബെർക്ക്ഷയർ ഹാത്വേസ്, വാറൻ ബഫറ്റ് തന്നെ അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് 37.99%. പിന്നെ ടെസ്ല 15%. മസ്കണ്ണൻ്റെ ടെസ്ല. പിന്നെ ജെ പി മോർഗൻ ആൻഡ് ചേസിനാണെങ്കിൽ ഏകദേശം 0.4%. അവർക്ക് ഏകദേശം 1 ട്രില്യൻ്റെ മുകളിലാണ് അവരുടെ വാലുവേഷൻ പറഞ്ഞത് ഗായ്സ്. അവർ അസറ്റ് മാനേജ്മെൻറ്റ് ഫേം ആയതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത്. ഗൈസ്, ഈ ചിത്രങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഇതിനകത്ത് എല്ലാവരും ഒരു എ ആയിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവരും അലക്സാണ്ടർ വാങ് ആണെങ്കിൽ സ്കെയിൽ എൻ്റെ പുള്ളിയാണ്. പിന്നെ ഈ ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേമിൻ്റെ ഉടമസ്ഥനാണ്. ഏകദേശം 27-28 വയസ്സ് പുള്ളിക്ക് ആക്ച്വലി ഉള്ളൂ. അതായത് മെറ്റ അതിനകത്ത് ഏകദേശം 14-13 ബില്യൺ ഡോളേഴ്സ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. സാം ആൾട്ട്മാൻ, പിന്നെ എലോൺ മസ്ക്, പിന്നെ സുക്കർബർഗ്, ജെൻസൺ ഹാങ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെയാണ് അതായത് ബൂം കാരണം ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെൽത്തി ആയിട്ടുള്ള ബില്യണേഴ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ഒരു ജെൻസൺ ഹാങ്ങിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ശ്രദ്ധിക്കാമെന്ന്. ഇതാണ് അതിൻ്റെ വളരെ ലെജൻഡറി ആയിട്ടുള്ള പുള്ളിൻ്റെ പ്രൊഫൈൽ. അതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഫൗണ്ടർ ഓഫ് CEO ഓഫ് NVIDIA 1993. അതേപോലെ തന്നെ ഡിഷ് വാഷർ ഇത് ഡെന്നീസിൽ ഏകദേശം 1978 തൊട്ട് 1983 വരെ 5 വർഷം പുള്ളി അവിടെയായിരുന്നു ഗൈസ്. വാട്ട് ആൻ ഐക്കോണിക് LinkedIn പ്രൊഫൈൽ. ഗൈസ്, ഇതാണ് നമ്മുടെ ടോപ്പ് 100 ലാർജസ്റ്റ് കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. ഈ ഒരു ആഗസ്റ്റ് വരെയുള്ളതാട്ടോ ഗൈസ്. ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് തന്നെ ഏറ്റവും ഞെട്ടിച്ചേതാണെന്ന് അറിയുമോ? നമ്മുടെ ഒരു ബാങ്ക് ഉണ്ട്, HDFC ബാങ്ക്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 152 ബില്യൺ ഡോളേഴ്സാണ്. അത് തന്നെ വളരെയധികം ഞെട്ടിച്ചു ഗൈസ്. ഉള്ള കാര്യം പറയാമല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. മെക്ഡൊണാൾഡ്സ് ഉണ്ട്, അമേരിക്കൻ എക്സ്പ്രസ്, പിന്നെ ഇന്ത്യൻ കമ്പനി ഏതെടെയുള്ള സെയിൽസ് ഫോഴ്സ്, നെസ്ലെ സീന്, മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് ചൈന. നമുക്ക് ആദ്യം കേട്ടോ, NVIDIA, മൈക്രോസോഫ്റ്റ്, ഐപ്പിൾ, ഗൂഗിൾ, ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോംസ്, സൗദി അറാംകോ, ബ്രോഡ്കോം, TSMC, ബെർക്ക്ഷയർ ഹാത്വേസ്, ടെസ്ല, JP മോർഗൻ ആൻഡ് ചേസ്, വാൾമാർട്ട്, ടെൻസെന്റ്, വിസ, എലിലില്ലി എനിക്കറിയില്ല, ഒറാക്കിൾ, മാസ്റ്റർ കാർഡ്, നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ് ആണ് കിടക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഇതായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. 513 ബില്യൺ ഡോളേഴ്സ്. എക്സോൺ മൊബൈൽ, പിന്നെ ജോൺസൺ ആൻഡ് ജോൺസ്, കോസ്റ്റ്കോ, പിന്നെ ഹോം ഡെപ്പോ, ബാങ്ക് ഓഫ് അമേരിക്ക, പലാന്ത്, അബ്വി, പ്രോക്ടർ ആൻഡ് ഗാംബ്ലിംഗ്, ICBC, അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ചൈനയിൽ നിന്നുള്ള ചൈന. പിന്നെ സാംസങ് ആണ്, 329 ബില്യൺ ഡോളേഴ്സുമായി സാംസങ് ഉണ്ട്. പിന്നെ ചെവറോൺ 323, അലിബാബ ഉണ്ട്, സാപ്പാണ് ഇത് ഏറ്റവും വാല്യുവേഷൻ ഉള്ള ജർമ്മൻ കമ്പനിയായിട്ട് അറിയപ്പെടുന്നത് ഗൈസ്. പിന്നെ പിന്നെ ASML, LVMH, അതിൻ്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞത്. പിന്നെ ജനറൽ ഇലക്ട്രിക് ഉണ്ട്, T-Mobiles, US, യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ്, അവർക്ക് 250 ബില്യൺ. സിസ്കോ 273, പ്രോസസ് AMDക്ക് 263 AMDയും NVIDIAയും കസിൻസിൻ്റെ പരിപാടിയാണ്. വെൽസ് ഫാർഗോ ഉണ്ട്, റഷി ക്രൈഷോ മൗത്തൈ ഇങ്ങനെ തന്നെ ആയിരിക്കും. CCB, ഫിലിപ്പ് മോറിസ് ഇന്റർനാഷണൽ, ഹേമസ് ഉണ്ട്, ടൊയാട്ട ഉണ്ട്, ചൈന മൊബൈൽ ഉണ്ട്, ചൈന. പിന്നെ നോവോ നോർഡിസ്ക്, LOI, ആസ്ട്രാസെനെക്ക, നൊവാർട്ടിസ്, സെയിൽസ് ഫോഴ്സ്, നെസ്ലെ, മോർഗൻ സ്റ്റാൻലി, IHC, ബാങ്ക് ഓഫ് ചൈന,
അബോട്ട് ലബോറട്ടറീസ്, അമേരിക്കൻ എക്സ്പ്രസ്, IBM ഉണ്ട്, ഗോൾഡ്മാൻ സാക്സ് 225, ലിൻഡെ McDonald's, HSBC, സിമെൻസ്, പെട്രോ ചൈന, ഷെൽ, വാൾട്ട് ഡിസ്നി 212, RTX 212, ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പ്, മെർച്ച്, AT&T, റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട് 208 ബില്യൺ ആയിട്ട്, റോയൽ ബാങ്ക് ഓഫ് കാനഡ, പെപ്സിക്കോ, കാറ്റർപില്ലർ, ഊബർ ഉണ്ട് ഗൈസ് 195 ബില്യൺ, സർവീസ് നൗ 190 ബില്യൺ, കാറ്റ്, വെരിസോൺ, കോമൺവെൽത്ത് ബാങ്ക്, ഇൻഫ്രൂട്ട്, തെർമോ ഫിഷർ സയന്റിഫിക്, ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ്, സ്റ്റോപ്പിഫൈ, HDFC ബാങ്ക്, ബുക്കിംഗ് ഹോൾഡിംഗ്സ്, ഡച്ച് ടെലകോം, സിറ്റി ഗ്രൂപ്പ്, പോയ്, ഷോമി, ബ്ലാക്ക് റോക്ക് 174.54 ബില്യൺ, മിറ്റ്സുബിഷി ഉഫ്റ്റ് ഫിനാൻഷ്യൽ, ചാൾസ് ഷൗ, ക്വാൽകോം, അരിസ്റ്റ നെറ്റ്വർക്സ്, PDD ഹോൾഡിംഗ്സ്, ഇൻട്രൂറ്റീവ് സർജിക്കൽ. ഇതാണ് ഗൈസ് ഇത്രയും വലിയ കമ്പനികൾ. ഗൈസ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പുസ്തകം വേണ്ട, ഇപ്പം ഈ ഒരു പുസ്തകം വേണ്ട, അത് പിന്നെ പറയാം, അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇതാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് NVIDIAൻ്റെ മാർക്കറ്റ് ക്യാപ്പാണ്. ഇപ്പം 4.37 ട്രില്യൺ ആണ് അവരുടെ മാർക്കറ്റ് കാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ്റെ നോമിനൽ GDP എന്ന് പറയുന്നത് 4.27 ആണ്. അതിനേക്കാളും മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് NVIDIA. അതായത് ആൽഫബറ്റും മെറ്റയും കൂടെ കമ്പൈൻ ആയാൽ പോലും നമ്മുടെ NVIDIAൻ്റെ അടുത്ത് എത്തുകയില്ല, 4.15 ബില്യൺ. പിന്നെ അതേപോലെ തന്നെ ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ് ഒക്കെ ഷെവ്രോണ്, എക്സോ മൊബൈൽ, സൗദി അരാംകോ, പെട്രോ ചൈന, ഷെൽ, ബാക്കിയുള്ളത് ഇതെല്ലാം കോമ്പൈൻ ആയാലും ആക്ച്വലി എവിടെയും എത്തൂല. അതാണ് എവിടെ എത്തൂല, അങ്ങനത്തെ ഒരു ഐറ്റമാണ് ആക്ച്വലി അത് ഗൈസ്. അതാണ് സത്യനല്ലാതെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ഭയങ്കര ഈ AI നിങ്ങൾ ഓർത്ത് നോക്കുക. അതായത് മൈക്രോസോഫ്റ്റിന് ആക്ച്വലി ഒരു രീതിയിലുള്ള AI സിസ്റ്റം ഇല്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മെറ്റയ്ക്കാണെങ്കിൽ മെറ്റേൻ്റെ സ്വന്തം ലാം അവാർഡ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മെറ്റയ്ക്ക് ഉണ്ട്. പിന്നെ ആമസോണിലാണെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഏതൊക്കെയാ, പെർപ്ലക്സിറ്റിയിലുണ്ട്, പിന്നെ മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്, ക്ലൗഡിലുണ്ട്. എല്ലാത്തിനും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം ChatGPT-യിലാണ്. ഓക്കെ, ChatGPT മെയിൻ ആണ്, ബട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ChatGPT-യിലാണ് അവർ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു എന്താ പറയുക, ഇത്രയും വലിയൊരു സെക്കൻഡ് മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിക്ക് AI സിസ്റ്റം സ്വന്തമായിട്ട് ഇല്ലെന്ന് പറയുന്നത് വളരെയധികം ഉയർച്ചയുടെ പാർപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ CEO അതുവഴിയായിട്ട് ഹൗണ്ട് ചെയ്യാൻ വളരെയധികം കാരണങ്ങളുണ്ടാകും എന്നൊക്കെയാണ്. പിന്നെ ഇപ്പത്താ ചൈനേൻ്റെ DeepSeek ഇല്ല, ഇനി അടുത്ത ഒരു AI ഏജന്റിനെ, ഒരു പവർഫുൾ AI ഏജന്റിനെ അവന്മാർ ഇറക്കും. അതായത് ഈ കോമറ്റ് പോലെയുള്ള വെബ് ബ്രൗസറൊക്കെ ഇപ്പോൾ ഇവരെ പെർപ്ലക്സിറ്റി ഉണ്ടാക്കി, പിന്നെ ChatGPT ഉണ്ടായിട്ട് ഒരു വെബ് ബ്രൗസർ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ഏജന്റ് അതായിരിക്കും അതിന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അവർ. ഓക്കെ, നമ്മളെ ബിൽ ഗേറ്റ്സിൻ്റെ ഇതാ. He taught himself programming at the age of 13, was a dropout at Harvard, and started the company we've just described at the age of 19. Now 28. What are your annual revenues at Microsoft? We're expecting to do just over 100 million this year. At what age did you yourself? Guys, ഇത് 1984 കഥയാണ്. അതായത് ഏകദേശം ആ ഒരു സമയത്ത് 100 മില്യൺ ഒന്ന് ഓർക്കുക. പക്ഷേ അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല ഗൈസ്, വളരെ വലിയൊരു എമൗണ്ട് ആണ്. Well, Microsoft's a company owned primarily by its employees, and it's not easy to put a value on it. Our first big contract was in 1975. And you were what, 20? 21. Yeah. Are you kind of half telling me though that you're not in it for the money? I don't think anyone at the company is in it for the money. It's a much more exciting field than trying to measure exactly
how much we're selling or how much it's worth. The creation of these programs is something you can sit down and see people enjoying and solving real problems. If you had stayed at Harvard a few more years, would this computer revolution have passed you by? Perhaps. Things move very quickly in the industry, and it was really the urgency to get out there and be the first one to put a basic on the microcomputer that caused me to drop out. You're called a genius, and well, no, I don't think that embarrassed you at all. I call you a genius. Part of your genius is that you are a computer whiz, and the other is that you did have the business acumen to turn it into a working company. Are you a business genius too? Well, I wouldn't say genius. Bill Gates is a computer whiz. He taught him. ആ ഒരു സമയത്താണ് പുള്ളി ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മിഷൻ. അതാണ് പുള്ളീൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയത്തും പുള്ളി എസ്പെഷ്യലി സ്പെസിഫിക് ആയിട്ട് ഇതാക്കിക്കൊണ്ടിരുന്നത് ആൾക്കാരുടെ ചെറിയ ചെറിയ കോമൺ പ്രോബ്ലംസ് ആക്ച്വലി ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സോൾവ് ചെയ്യാനായിരുന്നു പുള്ളിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്പനി പുള്ളി സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ലെവലിലേക്ക് ഇടയ്ക്ക് കൊണ്ട് വന്നത്. അപ്പം ആപ്പിൾ യൂസേഴ്സിനുള്ള ഒരു വാർണിംഗ് ആണ് ഇപ്പം ആപ്പിൾ തന്നെ തന്നേക്കുന്നത്. അതായത് ഇനി iOS 26 അവന്മാർ ഇറക്കി വിടുന്നുണ്ടല്ലോ, ആ ഒരു 26 ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫിന് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം എന്നാണ്. അതായത് ഈ സാധനം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഈ സാധനത്തിൻ്റെ പരിപാടിയെല്ലാം ഇതാക്കി കഴിഞ്ഞു. ഇതിനകത്ത് ഇഷ്ടംപോലെ ആപ്സ് ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ കുറേയധികം സിസ്റ്റംസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ് സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം വർക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സാധനം എല്ലാം അതിനകത്ത് ഇതാക്കണം. അതേപോലെ തന്നെ എല്ലാ ഡാറ്റാസും റീഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഇതെടുക്കും. അതായത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം കഴിഞ്ഞാണ്, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫിൽ നല്ല രീതിയിൽ തന്നെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ സാംസങ് യൂസേഴ്സിനാണെങ്കിൽ അവരുടെ എന്താ പറയുക, ഇതിനകത്ത് ഇങ്ങനെ പച്ച വര ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ആ ഒരു പുതിയ ഒരു ഇതനുസരിച്ചിട്ട്. അതേപോലെ തന്നെ ഇനി ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഗൈസ്. അപ്പം ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ടും ചെയ്യുക. അപ്പം 26 ഒക്കെ ഇതാക്കുന്നവർക്ക് നല്ലതായിരിക്കുമല്ലോ എന്തായാലും. ഓക്കെ, Steve Jobs. You know how many committees we have at Apple? No. 0. We have no committees. No committee. We are organized like a startup. One person's in charge of iPhone OS software. One person's in charge of Mac hardware. One person's in charge of iPhone hardware engineering. Another person's in charge of worldwide marketing. Another person's in charge of operations. We're organized like a startup. We're the biggest startup on the planet. And we all meet for 3 hours once a week, and we talk about everything we're doing, the whole business. And there's tremendous teamwork at the top of the company, which filters down to tremendous teamwork throughout the company. And teamwork is dependent on trusting the other folks to come through with their part without watching them all the time, but trusting that they're going to come through with their parts. And that's what we do really well. And we're great at figuring out how to divide things up into these great teams that we have and all work on the same thing, touch bases frequently, and bring it all together into a product. We do that really well. And so what I do all day is meet with teams of people and work on ideas and solve problems, to make new products, to make new marketing programs, whatever it is. And are people willing to tell you you're wrong? Yeah. I mean, other than snarky journalists. I mean, people have worked. Oh, yeah. No, we have wonderful arguments. And do you win them all? Oh, no, I wish I did. No, see, you can't. If you want to hire great people and have them stay working for you, you have to let them make a lot of decisions, and you have to be run by ideas, not hierarchy. The best ideas have to win. So, otherwise, good people don't stay. But you must be more than a facilitator who runs meetings. You obviously contribute your own ideas. I contribute ideas, sure. Well, why would I be there if I didn't?
You know how many committees? ഗൈസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ആ ഒരു സ്റ്റീവ് ജോബ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര സീൻ കാലഘട്ടമായിരുന്നു. അതായത് സ്റ്റീവ് ജോബ്സ് പുള്ളീൻ്റെ തിയറി എന്ന് പറയുന്നത് നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നാണ് പുള്ളീൻ്റെ. ആ ഒരു പ്രൊഡക്ട്സ് വഴിയായിട്ട് ഈ ഒരു കമ്പനീൻ്റെ സ്റ്റോക്സ് എല്ലാം അപ്പ് ചെയ്യുന്നതായിരുന്നു പുള്ളീൻ്റെ ആ ഒരു തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി എന്താ പറയുക, ഈ ഡിവിഡൻഡ് പരിപാടി, മറ്റേ സ്റ്റോക്ക് ബൈബാക്ക്, ഇതൊന്നും ചെയ്യാൻ തന്നെ പുള്ളിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പുള്ളി കുറച്ചും കൂടി ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി സ്റ്റോക്സ് പ്രൈസ് ഇതാക്കുക എന്നുള്ളതായിരുന്നു പുള്ളീൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പുള്ളി ആക്ച്വലി ഈ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ജൊനാഥൻ ഈവ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയാണ് ഈ ഒരു ആപ്പിളിൻ്റെ ഇൻ്റർഫേസ് ഡിസൈനിലൊക്കെ വളരെയധികം പങ്കുവച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഒക്കെ പുള്ളീൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. അപ്പം ഈ ജോൺ ഈവും അതേപോലെ തന്നെ ഈ പുള്ളിയും സ്റ്റീവ് ജോബ്സും തമ്മിൽ എല്ലാ ദിവസവും കാണും. അവരെല്ലാ ദിവസവും ആ ഒരു ഡിസൈൻ സ്റ്റുഡിയോയിലിരുന്ന് ഓരോരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യും. ഈ സ്റ്റീവ് ജോബ്സിൻ്റെ കാലത്തിന് ശേഷം പിന്നെ ടിം കുക്കാണ് ആക്ച്വലി വന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ജൊനാഥനീവും ടിം കുക്ക് ആണെങ്കിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നൊക്കെയാണ് പുള്ളി ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് വിചാരിക്കണം, ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക്. അതായത് ഒരു സാധനത്തിൻ്റെ ഡിസൈൻ എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഐഫോണിൻ്റെ ആ ഒരു ക്യാമറ സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ ഓരോരോ ഡിസൈൻസിലും എന്താ പറയുക മാറ്റങ്ങൾ വരുത്തുന്നത് അവിടുത്തെ ഡിസൈൻ ടീംസാണ്. അപ്പോൾ ആ ഡിസൈൻ ടീമിനെ പുള്ളി മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്നൊക്കെയായിരുന്നു പുള്ളി ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കണം ആ ഡിസൈനിൽ എത്രയധികം ഫോക്കസ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ആപ്പിളിൻ്റെ സ്റ്റീവ് ജോബ്സിൻ്റെ കാലത്തിന് ശേഷമുള്ള ആപ്പിളിൻ്റെ ആ ഇതെന്ന് പറയുന്നത് അത്രയധികം ഐക്കോണിക് ആയിരുന്നില്ല ആക്ച്വലി. അത് കുറച്ചും കൂടെ അതിൻ്റെ ആപ്പിൾ മൊബൈൽസിൻ്റെ പ്രൈസ് ഉയർത്തി എന്നല്ലാതെ അത് കുറച്ചും കൂടെ നല്ല ഫീച്ചേഴ്സ് തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കതില്ല. ഇപ്പം തന്നെ സിരിൻ്റെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അതായത് സിരി എന്നിറങ്ങിയത് ആ ഒരു സമയത്ത് തന്നെ സിരി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സിരിയിൽ അധികം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഇപ്പം നമ്മുടെ ഗൂഗിളിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ അസിസ്റ്റൻറ്റിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് 82%. ഈ സിരിൻ്റെ എന്ന് പറയുന്നത് 60% താഴെയാണ്, 59% താഴെയാണ് ഇതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിരിയിൽ ഇവർ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്താണ് പറയുന്നത്. ഇതുവരെ ഒരു AI ഒന്നും ഇതായിട്ടില്ല. അതായത് ഈ ഒരു ആപ്പിൾ കണക്റ്റിൻ്റെ സമയത്ത് അത് ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പിൾ ലോഞ്ചിൻ്റെ സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല. ഈ 2020 സിരിയിൽ ആ സാധനം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ അപരാധങ്ങളൊക്കെയാണോ കാണാൻ കിടക്കുന്നത്. അത്രയും എന്താ പറയുക മാറ്റങ്ങളാണ്. അതായത് ഒരു പുതിയ സാധനം പുതിയൊരു കുപ്പിയിലാക്കി നമുക്ക് തരുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല അതിനകത്ത്. ഇതാണ് അതിൻ്റെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ആപ്പിൾ എന്താ പറയുക പുള്ളീൻ്റെ സമയത്തും ഇന്നത്തെ കാലഘട്ടത്തിലും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. ഗൈസ് ഇത് സീനാണ് ഗൈസ്, ഇത് സീനാണ്. ഇത് കണ്ടു നോക്കേണ്ട ഐറ്റം ഉണ്ട്. സാധാരണ മരണം അല്ലെങ്കിൽ കൊലപാതകം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മരിച്ചതല്ല, സമാധി ആയതാണ്. സമാധിയോ? അതെ, സമാധി, നിത്യസമാധി. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? എന്തു പറയാൻ? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാണ്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ. മാഡം എന്തുകൊണ്ടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ശ്രമിച്ചത്? അതെ, അതിന്റെ പവർ പോവില്ലേ? സീൻ ഇപ്പൊ നടന്ന ആ ഒരു സംഭവമില്ലേ, ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും കിടുക്കനാണെന്ന് പറഞ്ഞ പോലെ എൻ്റെ സീൻ സാധനം. ഐഫോൺ ഇതെല്ലാം കൂടെ ആണോ? Pro Max Vivo V60 knobs Pixel 10 Pro XL
17 ഇറങ്ങുന്നതിന് മുന്നേ കേട്ടോ പരിപാടി അടിച്ചിരുന്നത്. ഓരോ ഗാലക്സി S25 Ultra. എന്റെ അമ്മോ, യജാതി മാറ്റല്ലേ ഗൈസ്. ഓ, ഈ അമ്മാതി മാറ്റം. കോഡിംഗ് ബഡീസ് ആണല്ലോ, കോഡിംഗ്. ഫ്ലട്ടറും അതേപോലെ തന്നെ ഏതായിരുന്നു റിയാക്ട് നേറ്റീവ്. Flutter voices. Google. There's Larry, CEO of Google. Say something on your headphones. Hi. So we're right between that house and this house. We're renting this half of a house. Alright, so this is our garage. So nobody's in here. Yeah, ping pong table, computer. Go to the other side of the office. There's our hack room. Nobody's here right now. Computer's still on, of course. We'll go to my office. Yeah, got my office. My two computers. 1998. ഇപ്പൊ ഏകദേശം 98, 2008, 2018. ഓ, ഏകദേശം ഒരു 25 അല്ലേ, 27 വർഷം. യെസ്, 27 വർഷമായി ഗൈസ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ജെനിഫർ ആനിസ്റ്റൺ, അതന്നെ. I know. Yeah. Hi. I'm looking for the shower. There are no showers here now. Well, aren't I going to look really silly dressed like this in the lounge? There's no lounge here, ma'am. But we do have hot towels and a bag of peanuts. You have showers. Emirates planes have showers and lounges. This isn't an Emirates plane. No. There's no shower? Oh, and you have no lounge? Why are you laughing? You're killing me. It was such a nightmare. I was on a plane and it was nothing like this. Sorry to hear that. Thank you so much. Hey, is there someone that we can talk to about maybe flying this around a little bit longer before we land? It's like an hour. എമിറേറ്റ്സിന്റെ പരസ്യാണ്. കണ്ടാ വല്ല പറയോ? ആര് പറയാനാണ് എന്റെ കാഴ്ചേ? Oracle's Bangalore. Oracle's Bangalore empire. This Bangalore campus is secretly one of the world's most important hubs. Oracle's second largest campus in the world is in East Bangalore, spread across 1.7 million square feet. But it's not just about size, it's the work that happens inside. A huge portion of Oracle's global R&D team is in Bangalore. But what's more interesting is how Oracle became the first MNC to set up core software R&D in 1994. They came after seeing the success of Texas Instruments in Bangalore, but there were three main reasons: great technical talent, no labor conflict, and encouragement from the state government. Because of this, Oracle is building their mission-critical products here, whether it's the database that powers the world's biggest bank, the cloud infrastructure that runs Fortune 100 companies, or now the future of its AI stack. All these powered by the minds and talent of Bangalore. This Bangalore campus is എന്റെ പൊന്ന് കഴിച്ച്, അതായത് ഞാൻ ഇന്ന് അറിയുന്നത്, അതായത് ഒറാക്കിളിന്റെ ഏറ്റവും സെക്കൻഡ് ബിഗസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലാണ് ആക്ച്വലി ഉള്ളത്. എൻ്റെ മോനെ, ഒറാക്കിളിന്റെ സാധനം എന്ന് പറയുന്നത് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ്. ഇപ്പൊ തന്നെ എൻ്റെ അമ്മോ, ലാരി പുള്ളിന്റെ പേര് ഞാൻ പറഞ്ഞത്, ഫുൾ നെയിം ഞാൻ പറഞ്ഞത്, ലാരിന്റെ വകയാണ് ഈ സാധനം.
എൻ്റെ മോനെ ഒരാക്കളുടെ സാധനം അവിടെ ഉണ്ട്. സീൻ 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 ഗൈസ്, സീനാണ് ഗൈസ്. ഇനി ഒരാക്കളിനി കണ്ടോ ഇങ്ങനെ സീയാവും. റാക്കിൾ 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 എൻ്റെ അമ്മോ, ഒറാക്കിളിൻ്റെ കാര്യം എവിടെ പോയി? നമ്മൾ ഒറാക്കിൾ ചേട്ടൻ്റെ സാധനം ഒരു ലൈക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കില്ലല്ലോ. അതും പോയോ ഈശ്വര. Richest doctor, richest doctor. Oracle, oracle. Yo, 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 yo. Ooh, ooh, ooh. അപ്പം നമ്മൾ ഒരാക്കിളി ചേട്ടന്മാർ എവിടെ പോയി? ഒരാക്കിളി ചേട്ടന്മാർ പോയല്ലോ. ഒരാക്കിളി ചേട്ടന്മാർ ഇനി ആപ്പിളിൻ്റെ മാക്ക് ബുക്കല്ല, ഐപോഡാണല്ലോ. ഐപോഡ് തന്നെ. ഓ സീൻ ഗൈസ്. നല്ല ശബ്ദങ്ങൾ, നല്ല സാധനം. അത് കാണാൻ ആ ഒരു കീബോർഡാണ് ഏറ്റവും കിട്ടില്ലെന്ന് പറയുന്ന സാധനം. അപ്പം നമ്മുടെ ഇൻഫോസിസ് ഏകദേശം 15,000 to 2,000 ഫ്രഷേഴ്സിനാണ് ഇവർ ഈ വർഷം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക. കോളേജുകളിലായിരിക്കാം മെയിനായിട്ട് അവരുടെ പരിപാടി അവന്മാർ പിടിക്കാനായിട്ട് പോകുന്നത്. If you master this, it's for anyone. ഇതൊക്കെ വലിയ തിയറീസ് ആണ് ഗൈസ്. അതൊക്കെ ജമ്മൾ ഇതാക്കുന്നില്ല. Rule number 1, never turn your back on anyone. Never destroy anyone in public when you can accomplish the same result in private. Because you don't beg the girl to go out with you. You wait. She'll call. Rule number 1, never turn... Scene guys, scene. Why reading the people matters. Human behavior reveals hidden truths. Yes. Word lies, body language very. Yes, അതൊരു സത്യം. വേർഡ്സ് ഡൈ ചെയ്യും, ഉറപ്പാണ്. വേർഡ്സ് ലൈ ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് സ്കിൽസ് ഇൻഫ്ലുവൻസ് പ്ലസ് ട്രസ്റ്റ്. അതൊരു കാര്യമാണ്. വാച്ച് ബോഡി ലാംഗ്വേജ്, ക്ലോസ്ഡ് ആംസ്, നോട്ട് ഓൾവേസ് ഫീഡ്, മിററിംഗ് സിഗ്നൽസ് കംഫർട്ട് ആൻഡ് ട്രസ്റ്റ്, സ്മോൾ മൈക്രോ എക്സ്പ്രഷൻ റിവീൽ ട്രൂ ഫീലിംഗ്സ്. ലിസൺ ബിയോണ്ട് വേർഡ്സ്, one often matters more than language. Causes concept, hesitation or fear. What's left unsaid speaks volume. Stay eye contact. Avoidance may signal precautions. Strong eye contact shows confidence. Too much can signal dominance or insecurity. Notice energy shift. People leak emotions through energy. Vibes shift when someone is stressed or hiding something. Your own mood often reacts before your mind does. Yep. Patterns of means. Do not judge on one gesture. Repeated behaviors reveal character. Consistency matters more than isolated skills. Context is everything. Same action, different meaning in different settings. Cultural and personal backgrounds shapes behavior. Always read people in context, not isolation. Yep. Intuition plus observation. Intuition is subconscious pattern recognition. Train it by observing, not judging less. Trust your gut, but verify with evidence. Reading like people is empathy, not manipulation. Understand to connect, not control. The better you read others, the better you know yourself. Yeah. ഇതൊന്നും പറഞ്ഞു തരാത്തത് ഇത്രയും വലിയ ഇതൊന്നും എനിക്കിങ്ങനെ പറഞ്ഞൊപ്പിക്കണം എന്നറിയില്ല. അതിനുവേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യണം. അതൊന്നും ഇപ്പം എനിക്ക് നടപടിയാവുന്ന കേസായിട്ടല്ല. അതൊന്നാണ് ഇപ്പം പറഞ്ഞു തരാത്തത്. എനിക്ക് പിടിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. എന്നോടൊന്നും തന്നല്ലേ.
യെപ്പ്, ഇതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഈ ഒരു ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഈ സ്ട്രീമിങ്ങൊക്കെ എന്തിനാ എന്നൊക്കെ തോന്നാറുണ്ട്. ബട്ട് അതിനുള്ള അർത്ഥമൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പം തോന്നുമായിരിക്കും എന്തായാലും. അപ്പം ഇതൊക്കെ വൻ മോട്ടിവേഷൻസ് ആണ്. 20കളിൽ നമുക്ക് ലോസ്റ്റ് ആവാം, 30കളിൽ നമുക്ക് ബ്രോക്ക് ആവാം, 32ൽ നമുക്ക് ഷേപ്പ് ആവാം, 35ൽ നമുക്ക് റിച്ച് ആവാം, അതേപോലെ 40കളിൽ നമുക്കൊരു ഐക്കൺ ആകാം. അപ്പം ജസ്റ്റ് കീപ് ഡൂയിങ്. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ. അല്ലാതെ വേറെ ഒരു ഇതും നമുക്ക് അറിഞ്ഞൂടെ ഗൈസ്. യാപ്പ് ഇതെന്താണ് 2010 ഫോർഡ് ടാസ്കിങ്. 2025 കാറുകളെ എക്സ്പീഡിയ 10-7. യാപ്പ്. ഓ Zani. Light weight. New larger sensor. Speakers ഒക്കെ കണ്ടല്ലോ. ഓഡിയോ ജാക്ക്. 2 ദിവസത്തെ ബാറ്ററി ലൈഫ്. എക്സ്പീഡിയ 10-7 സാധനം. എക്സ്പീഡിയ ഗൈസ്, എക്സ്പീഡിയ. സ്കാർലറ്റ് ജൊഹാൻസൺ ആണ്. സ്കാർലറ്റ് ജൊഹാൻസൺ. I wanted to ask you something. This is a clip that's viral. A clip of you being interviewed on the red carpet. But a woman walks behind you, and it looks like she fully disappears. Do you know what I'm talking about? No. Watch this video. This is real. Take a look at this. And what was the highlight of the evening for you tonight? Philip Seymour Hoffman went. Oh my God, that is my mom. That is my mom. Wait, what? That's my mom. I've been looking for her for like the last 15 years. I wanted to ask you something. ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ് ഹിസ്റ്ററി ടു ഗൈസ്. എയർപോഡ് 2001 ഇങ്ങനെ, 2004, 2007, 2008, 2012, 2016, 2019, 2020 കുറച്ചും കൂടെ വെറൈറ്റി ഒരു ചെയ്യുന്നത്. 2021, 22, 24, 25. 22ഉം 25 സെയിം, അത്ര വലിയ മാറ്റങ്ങളില്ല. 24, 21 അത്യാവശ്യം ഒരേ രീതിയിൽ തന്നെ. പിന്നെ 19ഉം 2025 പോലെ തന്നെ. ഇതെന്തുവാ അധികം മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പുള്ളിൻ്റെ കയ്യിലാണ് വേൾഡ് റെക്കോർഡ്സ്. Eric the Eid captured Hamsata.
Oh, Quattral Guinea. Qua Navas. Oh, okay. പുള്ളി ആക്ച്വലി ഒരു ഒളിമ്പിക് ഇതിനകത്തൊന്നും പൂളിലൊന്നും പുള്ളി ആക്ച്വലി വർക്ക് ചെയ്തിട്ടില്ല. പുള്ളി ഒരു ഹോട്ടലിലെ പൂളിലാണ് 8 മാസത്തോളം ഇങ്ങനെ ട്രെയിനിങ് പരിപാടിയൊക്കെ ആയിട്ട് നിന്നത്. 100 മീറ്റർ ഫ്രീ സ്റ്റൈലിലാണ്. സെപ്റ്റംബർ 19 സാധനം നടക്കുന്നത്. രണ്ടുപേരും പുള്ളിക്ക് കണ്ടില്ലേ, പുള്ളീൻ്റെ 2 ആൾക്കാർ, പുള്ളീൻ്റെ 2 കോമ്പറ്റീറ്റേഴ്സും ആണെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എലോൺ ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റും. അതിനകത്താണ് 1.52.72 ഇതുകൊണ്ട് സ്ലോവസ്റ്റ് ടൈം ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. പേഴ്സണൽ റെക്കോർഡ് ഒളിമ്പിക്സ് ഹിസ്റ്ററിയിലെ ഏറ്റവും സ്ലോവസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ അതൊരു പേഴ്സണൽ ബെസ്റ്റും നാഷണൽ റെക്കോർഡുമാണ് പുള്ളീൻ്റെ കേട്ടോ. ആക്ച്വലി often yesterday we read science records for Quatorial Guinea's national symbol to inspire and elevate the sports in his homeland. അതാണ് ഒളിമ്പിക്സ് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ സ്ലോവസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ പുള്ളീൻ്റെ ബെസ്റ്റുമാണ്, നാഷണൽ ബെസ്റ്റുമാണ്. യാപ്പ് യാപ്പ് ഗൈസ്, യാപ്പ് യാപ്പ്. ജാപ്പനീസ് ടാക്ടിക്സ് നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ ഗൈസ്. സമാനം സമാനം. എൻ്റെ അമ്മോ, മാറ്റ് റീവ്സ് ഈ ഒരു ഡയറക്ടറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാറ്റ് റീവ്സ്, അത് തന്നെ മാറ്റ് റീവ്സ്. പുള്ളിയാണോ മറ്റേ ബാറ്റ്മാൻ? യാപ്പ് 2022 അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അണ്ണൻ്റെ വകയാണ്. മാറ്റ് റീവ്സ് മോൻ, അത് കിടിലൻ സാധനമായിരുന്നു, കിടിലൻ ഐറ്റം. ഐ ലൈക്ക് ഇറ്റ്. സത്യം പറയാലോ, ഏകദേശം 2.25 മണിക്കൂർ ഉണ്ടായിരുന്നു. ബട്ട് ഐക്കോണിക് മൂവി ആയിരുന്നു അത്, സത്യം പറയാലോ. പിന്നെ ഇത് തന്നെ റോബർട്ട് പാറ്റിൻസൺ ആണെങ്കിൽ സീൻ അമ്മാതിരി സീനായിരുന്നു. പിന്നെ സോ ക്രാവിസും അടിപൊളി. ബട്ട് ഈ പുള്ളി കിടിലനാണ്. റോബർട്ട് പാറ്റിൻസൺ കിടിലനായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളി തന്നെ. അതിനകത്ത് വില്ലനെ കുറിച്ചാണ്. പുള്ളി ആക്ച്വലി അതിലെ വില്ലൻ ആക്ച്വലി ഒരു മൂവി ചെയ്യാത്തൊരു മനുഷ്യനായിരിക്കും അവർ കൊണ്ടുവരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ലീഡ് ഹെഡ്ജിലുള്ള നമ്മുടെ ജോക്കറായിട്ട് അഭിനയിച്ച പുള്ളീനെയാണ് എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നത്, സത്യം പറയാലോ. പിന്നെ ആ ഒരു ട്രിയോളജി, സത്യം പറയാലോ, ആ ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ ആ ഒരു ട്രിയോളജി ആക്ച്വലി ഈ ഒരു പുതിയ ഇറങ്ങാൻ പോകുന്ന ബാറ്റ്മാൻ മൂവീസിനൊക്കെ റിയലി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സിനിമ കണ്ടാലും, ഒരു ബാറ്റ്മാൻ എന്ന് പറയുന്ന 2022 ഇറങ്ങിയ സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും. കാരണം അമ്മാതിരി കിട്ടിലാനായിട്ടായിരുന്നു അവർ പണി വെച്ചേക്കുന്നത്. കിട്ടിലാൻ സാധനം. ഈഗിളി ചേട്ടനാണല്ലോ, ഈഗിളി ചേട്ടൻ. ഗൈസ്, ഇത് കുറെ കാലം മുന്നേ കണ്ട. ഇതെന്തോ ഇത്? If not me, then who? Norris, no Porsche. Try alone, fail alone, win alone. Mama said a soldier, not a bitch. Because we win. അത് സത്യം കേട്ടോ. നമ്മൾ ജയിക്കാതാരും നമ്മൾ നോട്ടീസ് ചെയ്യില്ല. യപ്പ്, coffee bright. Eyes on vision. Yep. It's all about the vision, guys. It's all about the vision, not about the money. Yep. സായിയോബിന്റെ അച്ഛൻ ഞങ്ങളുടെ മിസ്ത്രി. അപ്പൊ അങ്ങനെ വർഷോപ്പിൽ വന്നു കേട്ട കേസ്. ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കേട്ട കേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുടെ ഫാദറാണ് കേട്ടോ. മേസ്ത്രിയുടെ പണി എന്ന് പറഞ്ഞാൽ 1.5 പണിയാണ് കേട്ട കേസ്. പിന്നെ ഈ മേസ്ത്രി ആരാ പറയാ? നമ്മുടെ സായി പോപ്പയുടെ അച്ഛനാണ് കേട്ടോ. സായി പോപ്പി ആണോടാ? അല്ലേ മേസ്ത്രി? സായി പോപ്പയുടെ അച്ഛനല്ലേ മേസ്ത്രി? സത്യം പറ. അപ്പൊ അതിന്റെ സായി പോപ്പയുടെ അച്ഛനാണ് ഇവിടുത്തെ മേസ്ത്രി. അപ്പൊ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി ഇവിടെ വന്നേ കേട്ടോ. നമ്മുടെ വണ്ടി എപ്പോഴും കണ്ടീഷൻ ആയിരിക്കും. ഈ ഒരു പണിയും കൂടെ ഉള്ളല്ലോ ചെയ്താൽ കൂടെ.
അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ഗൈസ്. ബൈ ബൈ. ബൈ ബൈ. സോ ഗൈസ് എന്നോട് ക്ഷമിക്കണം, ഇത് ഭയങ്കര ലാഗാണ് ഗൈസ്. എന്തൊക്കെ ചെയ്താലും ഇതിങ്ങനെയൊക്കെ വരുള്ളൂ ഗൈസ്. എന്നാ ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മളിങ്ങനെ LGൻ്റെ സാധനം. അയ്യോ അയ്യോ അയ്യോ. NVIDIA ചലഞ്ച് ചിപ്പ് സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് റൈസസ്. ഓ NVIDIAക്ക് അടുത്ത പണിയായിട്ട് ഗ്രോക്ക് ഗ്രോക്ക് അല്ലാതെ ഇത് എൻ്റെ പേര് പറയുന്നത്. അവരുടെ ഫണ്ടിങ് ആയിട്ട് ഏകദേശം 6.9 വാല്യുവേഷൻ ഫണ്ടിങ്ങിൻ്റെ അവർ ഏകദേശം 750 മില്യൺ റൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അവരുടെ വകയായിട്ട്. ഗൈസ് നമ്മുടെ ലാലേട്ടൻ അങ്ങനെ ആ അവാർഡിൻ്റെ ദാദാഭായ് ഫാൽക്കെ അവാർഡ് എന്തായിരുന്നു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടൻ. ഓ മോഹൻലാൽ. അത് തന്നെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആക്ച്വലി. ഓക്കെ പുള്ളിക്ക് അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ ലാലേട്ടന് കിട്ടിയിരിക്കുന്നു. അത് ഇന്നലെയും മിനിഞ്ഞാന്നാണ് ആക്ച്വലി അത് കിട്ടിയിരിക്കുന്നത്. ബട്ട് കിടിലൻ കിടിലൻ. ഇതാണിപ്പോൾ എല്ലാവരുടെയും വിഷയം എന്ന് പറയുന്നത്. Mac utility apps. Once you go Mac, you will never go back. അങ്ങനെയാണോ? The system is already great, but these 5 apps make it even better. അതേതൊക്കെയാ? Vanilla. Keep your menu bar clean and minimal by hiding apps you rarely use. Vanilla കിട്ടില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് Sleeve. See what's playing without breaking focus with this customizable widget. Oh. New Me. Quick calculations, conversations and notes. A smart calculator indeed. New Me. Text spinner. Exact text from images, PDFs or even videos instantly like magic text spinner. പിന്നെ അടുത്തത് Raycast. Spotlight on steroids. Launch apps, run commands and speed up your workflow. Wow. ഈ എന്തൊക്കെയല്ലേ? Once you go Mac, you never come back. അങ്ങനെയൊക്കെയോ? ആരുടെ അത് പറഞ്ഞത്? ആയിരിക്കൂലോല്ലേ? Anyone working on a big vision is going to get called crazy. Anyone taking on a complex problem is going to get blamed for not fully understanding it. Anyone taking initiative will always get criticized for moving too fast, because there's always someone who wants to slow you down. In our society, we often don't take on big things because we're so afraid of making mistakes. The reality is, anything we do today is going to have some issues in the future. But that can't stop us from getting started. So what are we waiting for? It is time for our generation-defining great works. എൻ്റെ അമ്മോ കിടിലൻ സ്പീച്ച് കേട്ടോ. അണ്ണൻ്റെ നല്ലൊരു കിടുക്കാച്ചി സ്പീച്ച് തരുന്നത് എന്തായാലും. അപ്പം ഇന്നത്തേക്കുള്ളതെല്ലാം ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നാളെ പാക്കലാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രികൾ, ശുഭദിനം.